നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകത്തെ ഏറ്റവും വലിയ LNG ഹബ്ബായ ഖത്തറിലെ റാസ് ലഫാൻ ഇൻഡസ്ട്രിയിൽ കഴിഞ്ഞ ദിവസം ഒരു വലിയ സ്ഫോടനം നടന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ അത് വാർത്ത നൽകിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ പുറത്തു വരുമ്പോൾ മരിച്ചിട്ടുള്ള 13 മരണമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ 12 പേർ ഇന്ത്യക്കാരാണ് എന്നുള്ള വളരെ ദാരുണമായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മരിച്ച മറ്റൊരാൾ പാകിസ്ഥാനിയാണ്. ഇന്നലെ അതിൽ 18ഓളം ആളുകളെ കാണാനില്ല എന്നായിരുന്നു ഇന്നലെ വാർത്ത നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്നേക്ക് അതിൽ കൊല്ലപ്പെട്ടിട്ടുള്ള ആളുകളുടെ മൃതശരീര അവശിഷ്ടങ്ങളൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. അതിലാണ് 13 പേർ കൊല്ലപ്പെട്ടു. അതിൽ 12 പേർ ഇന്ത്യക്കാരാണ്, ഒരാൾ പാകിസ്ഥാനിയാണ് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. ഇന്ത്യക്കാരടക്കം 66 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ പലരുടെയും നില അതീവ ഗുരുതരമായി അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ട്. അതിൽ എത്രത്തോളം ഇന്ത്യക്കാരുണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തുള്ളവർ എത്രത്തോളം ആളുകളുണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊന്നും തന്നെ വ്യക്തത വന്നിട്ടില്ല. പ്രാദേശിക സമയം ഞായറാഴ്ച രാത്രി 10:30 റാസ് ലഫാന്റെ ഉള്ളിലെ ബർസാൻ ഗ്യാസ് കേന്ദ്രത്തിലായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. ഇറാൻ യുദ്ധ പശ്ചാത്തലത്തിൽ നിർത്തിവെച്ചിരുന്ന പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ ശ്രമിക്കവെയാണ് ഈ ഒരു വൻ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. സാങ്കേതിക തകരാറാണ് കാരണമെന്ന് ദേശീയ പെട്രോളിയം പ്രകൃതിവാതക കോർപ്പറേഷനായ ഖത്തർ എനർജിയും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. വാതക ചോർച്ചയോ പൊതുജനങ്ങൾക്ക് ഭീഷണിയോ ഇല്ല. LNG കയറ്റുമതിയെ ബാധിച്ചിട്ടില്ല. തദ്ദേശീയ ആവശ്യങ്ങൾക്കുള്ള പ്ലാന്റാണ്. മാർച്ചിൽ ഇറാന്റെ ആക്രമണത്തിൽ LNG കേന്ദ്രങ്ങൾക്കും ഗ്യാസ് ടു ലിക്വിഡ്സ് പ്ലാന്റിനും നാശനഷ്ടം സംഭവിച്ചിരുന്നു. മരിച്ചവരുടെ പേര് വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. പരിക്കേറ്റവരിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരാണെങ്കിലും ഇവരുടെ ആരോഗ്യനില കുറച്ചുപേരുടെ നിലവിൽ ഭദ്രമാണെന്നാണ് ഇന്ത്യൻ എംബസി അറിയിച്ചിരിക്കുന്നത്. മരിച്ചവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതിനൊപ്പം പരേതരുടെ ആത്മാക്കൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുവെന്നാണ് എംബസി എക്സിൽ കുറിച്ചിരിക്കുന്നത്. പ്രവർത്തനങ്ങൾക്കിടയിലുണ്ടായ സാങ്കേതിക തകരാറാണ് അപകടത്തിന് കാരണമായതെന്ന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. 66 പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. ഇവർ ചികിത്സയിലാണെന്നും ആരുടെയും നില ഗുരുതരമല്ലെന്നും ഖത്തർ ഊർജ മന്ത്രി സാദ് ബിൻ ഷരീദ അൽ ഖാബി ദോഹയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതൊരു അപകടം മാത്രമാണെന്നും അട്ടിമറിയോ ശത്രുതാപരമായ ആക്രമണമോ അല്ലെന്നും ഖത്തർ ഊർജ മന്ത്രി സ്ഥിരീകരിച്ചതായി അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിവിധ മേഖലകളിലായി 8,30,000-ലധികം പൗരന്മാർ താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന ഖത്തറിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹം ഇന്ത്യക്കാരുടേതാണ്. ഖത്തറിന്റെ പ്രധാന പ്രകൃതിവാതക കേന്ദ്രമായ റാസ് ലഫാനിൽ ആയിരക്കണക്കിന് എഞ്ചിനീയർമാരും സാങ്കേതിക വിദഗ്ധരും തൊഴിലാളികളും ജോലി ചെയ്യുന്നുണ്ട്. ഇവരിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരാണ്. ദോഹയ്ക്ക് വടക്ക് 80 കിലോമീറ്റർ അകലെ ഏകദേശം 295 ചതുരശ്ര കിലോമീറ്ററിലാണ് ഈ ശുദ്ധീകരണശാലയും തുറമുഖവും ഉൾപ്പെടുന്നത്. ഏകദേശം 30,000-ലധികം തൊഴിലാളികൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഈ ഷെല്ലടക്കം അന്താരാഷ്ട്ര കമ്പനികളും പ്രവർത്തിക്കുന്നുണ്ട്. മൊത്തം LNG ഉൽപാദന ശേഷി പ്രതിവർഷം 7.7 കോടി ടണ്ണാണ്. ആഗോള LNG വിതരണത്തിന്റെ 20% ഇവിടെ നടക്കുന്നുണ്ട്. ഇറാൻ US സംഘർഷത്തെ തുടർന്ന് താൽക്കാലികമായി അടച്ചിട്ടിരുന്ന പ്ലാന്റിൽ ഉൽപാദനം പുനരാരംഭിക്കുന്നതിനുള്ള അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നതിനിടെയാണ് അപകടം. പ്രവർത്തന സജ്ജീകരണങ്ങൾക്കിടയിലുണ്ടായ സാങ്കേതിക തകരാറാണ് സ്ഫോടനത്തിന് കാരണമായതെന്ന് ഖത്തർ വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തെ ആഭ്യന്തര വ്യവസായങ്ങൾക്കും വൈദ്യുതി കുടിവെള്ള പ്ലാന്റുകൾക്കും ആവശ്യമായ ഇന്ധനം നൽകുന്ന ബർസാൻ പ്ലാന്റിൽ പ്രതിദിനം 140 കോടി ക്യൂബിക് അടി വാതകം കൈകാര്യം ചെയ്യാനുള്ള ശേഷിയുണ്ട്. അപകടത്തെ തുടർന്ന് പ്ലാന്റിൽ വലിയ തീപിടുത്തമുണ്ടായെങ്കിലും അടിയന്തര സുരക്ഷാ സേനകൾ ഇടപെട്ട് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കി. വ്യവസായ കേന്ദ്രത്തിന് പുറത്തേക്ക് അപകടകരമായ രീതിയിൽ യാതൊരുവിധ വാതക ചോർച്ചയും ഉണ്ടായിട്ടില്ലെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ആഗോള ഊർജ വിപണിയിലെ 1/5 പ്രകൃതിവാതകവും ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റിലെ സ്ഫോടനം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. യുദ്ധസമാനമായ സാഹചര്യത്തിന് ശേഷം ഇന്ധനവില കുറയുമെന്ന ലോകരാജ്യങ്ങളുടെ പ്രതീക്ഷകൾക്ക് പ്ലാന്റിന്റെ തകർച്ച താൽക്കാലിക തിരിച്ചടിയാകും. പ്ലാന്റിലുണ്ടായ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി കണക്കാക്കാൻ ഖത്തർ എനർജി വിദഗ്ധ സമിതിയെയും നിയോഗിച്ചിട്ടുണ്ട്. ഈ സ്ഫോടനം രാജ്യത്തെ പ്രകൃതിവാതക ഉൽപ്പാദനത്തെ ബാധിക്കില്ലെന്നാണ് ഖത്തർ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്.
പ്ലാന്റിന്റെ പ്രവർത്തനം പുനരാരംഭിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. ഇതിന്റെ ഭാഗമായി പ്രകൃതിവാതക കയറ്റുമതി വീണ്ടും ആരംഭിക്കുന്നതിനായി 2026 ജൂൺ 22 തിങ്കളാഴ്ച 4 ടാങ്കറുകൾ കൂടി ഖത്തറിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടെന്നും വിവരമുണ്ട്. ഇറാൻ US വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ റാസ് ലഫാനിൽ നിന്നും ഉൽപാദനം പുനരാരംഭിക്കുമെന്നും കഴിഞ്ഞ ആഴ്ചയാണ് ഖത്തർ പ്രഖ്യാപിച്ചത്. ഒരു മാസം കൊണ്ട് 50%, 2 മാസത്തിനുള്ളിൽ 80% ഉൽപാദനം പുനരാരംഭിക്കാനായിരുന്നു ഖത്തറിന്റെ പദ്ധതി. ഇന്ധന ഊർജ്ജക്ഷാമം നേരിടുന്ന ലോക രാജ്യങ്ങൾക്ക് ഖത്തറിന്റെ ഈ പ്രഖ്യാപനം ആശ്വാസമായിരുന്നു നൽകിയത്. റാസ് ലഫാൻ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ ലോക വിപണിയിൽ ഇന്ധന വിലയിൽ കുറവുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കെയാണ് ഈ ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. ആഗോള പ്രകൃതിവാതക ഉൽപാദനത്തിന്റെ 1/5 ഭാഗവും നടക്കുന്നതും ഖത്തറിലാണ്. 300 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് റാസ് ലഫാൻ വ്യവസായ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇറാൻ US ആക്രമണത്തിന്റെ ആദ്യ ആഴ്ച തന്നെ ഈ കേന്ദ്രത്തിന് നേരെയും ആക്രമണമുണ്ടായിരുന്നു. വാതക ഉൽപാദനം നിർത്തിയതോടെ ലോകം ഇന്ധനക്ഷാമത്തിലേക്കാണ് നീങ്ങിയത്. അവിടെ നിന്ന് കരകയറുന്നതിനിടയിലാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രകൃതിവാതക കേന്ദ്രത്തിൽ ഇത്തരത്തിലൊരു സ്ഫോടനം നടന്നിരിക്കുകയും 13ഓളം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്ത വാർത്ത പുറത്തു വരുന്നത്. ഏതായാലും മറ്റൊരു തരത്തിലുള്ള ശത്രുക്കളുടെ ആക്രമണമല്ല ഇതിന് പിന്നിൽ, അല്ലെങ്കിൽ ഒരു തരത്തിലും അട്ടിമറി ഇതിലില്ല എന്നുള്ളത് ഖത്തർ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി കൂടുതൽ മരണസംഖ്യ ഉയരുമോ എന്നുള്ള ആശങ്ക കൂടിയാണ് നിലനിൽക്കുന്നത്.